അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ പ്രൊമോട്ട് ചെയ്ത ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷനാണ്. വെറും ₹1 യൂസ് ചെയ്തുകൊണ്ട് 50,000 ഉണ്ടാക്കാം, 1,00,000 രൂപ ഉണ്ടാക്കാം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഇത് ഞാൻ ഒരിക്കലും ഒരു പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ അല്ല. ഓക്കെ, കാരണം ഇത് ജസ്റ്റ് ഇത് വർക്കാവുന്നുണ്ടോ, ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഫണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മണി ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ലൈവായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഓൾറെഡി ഞാൻ ഫണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 338 രൂപയാണ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചത്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് 4 പ്ലേയേഴ്സും ഉണ്ട്, 2 പ്ലേയേഴ്സും ഉണ്ട്. ഇതിനകത്ത് ഏത് വേണം സെലക്ട് ചെയ്യാം. മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 500 രൂപേൻ്റെ പ്ലേ ആണ് കളിക്കാൻ പറ്റുക. ഇപ്പോൾ 500 രൂപ നിങ്ങൾ വെച്ച് കളിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന 350 രൂപ കിട്ടുന്നതാണ്. ഓക്കെ, 100 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ 70 രൂപയായിട്ടാണ്. ഇതിൻ്റെ ഗെയിമിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വെറും 5 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു 70 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്, 350 രൂപയ്ക്ക് കിട്ടുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഒരു ഗെയിം ഒന്ന് ലൈവായിട്ട് കളിച്ച് നോക്കാം, എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു 100ൻ്റെ ഗെയിം കളിച്ച് നോക്കാം. ഇവിടെ കാണാൻ പറ്റും 2 പ്ലെയേഴ്സാണ് ഉണ്ടായത് 100ന്. ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫൈൻഡിങ് ഫോർ ഒപ്പോണൻ്റ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 170 രൂപയായിരിക്കും. ഇപ്പം ഇതിന് വിന്നായി കഴിഞ്ഞാൽ 170 രൂപയാണ് ഫസ്റ്റ് പ്രൈസ്. ഓക്കെ, ഇങ്ങനെ ടിപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ഇതിനകത്ത് താഴെ കാണാൻ പറ്റും. ഇതിനകത്ത് വോളിയം കുറവാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഒപ്പോണൻറ്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു ഗെയിമിൽ ആരാണ് വിൻ ചെയ്യാൻ. ഇത് കാണാൻ പറ്റും മേലെ. ജസ്റ്റ് 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ ടൈം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഇതിനകത്ത് നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സിസ്റ്റം തന്നെ നമുക്ക് എടുത്തു തരും. നമുക്ക് അതിനകത്ത് ഏതാണ് വേണ്ടതെന്ന് വെച്ച് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, 4 നമുക്ക് നോക്കാം ഇതിനകത്ത് ഞാനാണോ അതോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണോ വിൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 6 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഏത് വേണം സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ഏതാണോ വന്നത് അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതെന്തായാലും ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 338 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. 3 ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഈ ഒരു 3 ഗെയിം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന്. ഓക്കെ, ടൈം ഇനി ഒരു 4 മിനിറ്റും കൂടെ മാത്രമേ ഉള്ളൂ. എനിക്ക് 22 പോയിൻ്റേ ഉള്ളൂ. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് 40 പോയിൻ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 കൊടുക്കാം. ഓക്കെ, ഇതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു 6 കിട്ടിയുള്ളൂ. പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഓക്കെ നമുക്കൊരു 6 വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇപ്പോൾ എനിക്ക് 36 ആയിട്ടുണ്ട്. ജസ്റ്റ് 2ആണ് കിട്ടിയത്. ഓക്കെ, ആ ചങ്ങായിക്ക് 6 കിട്ടി. മിക്കവാറും 1 കിട്ടിയാൽ നമ്മളെ കാര്യം തീരുമാനമാവും. ഇല്ല, നമുക്ക് 1 കിട്ടിയിട്ടില്ല. വീണ്ടും നമുക്ക് 6 ആണ് കിട്ടിയത്. ഓക്കെ, സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതൊരു സേഫ് സോണാണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കാം 2. ഓക്കെ, സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ പോയിൻ്റ് കുറച്ച് കട്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി 2 കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവനെ പിടിക്കാം. ഓക്കെ, 2 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവനെ കട്ട് ചെയ്യാം ഇവിടെ. ഇപ്പോൾ ഇവനെ ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇവൻ്റെ പോയിൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും 37 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. 52 ആണ് നമ്മുടെ പോയിൻ്റ്. ഓക്കെ, ഇത് പെട്ടെന്ന് മാറി. ഇപ്പോൾ നിങ്ങൾക്ക് 52 എനിക്കിവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഒരു കോയിൻ ഇവനിപ്പോൾ ഈ ഒരു കോയിൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ 49 വന്നു. ഇവന് 6 കിട്ടി. ഓക്കെ, നമുക്ക് 6 കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ 6 ഇല്ല, തൽക്കാലം 3 6 എടുത്തു കഴിഞ്ഞാൽ ഇവനെ നമുക്ക് കൊണ്ടുപോകാനാണ്. കണ്ടോ, 6 ഇല്ല. മിക്കവാറും ഈ കളിക്ക് ഞാൻ തന്നെ ആയിരിക്കും തോക്കുക. കാരണം എന്താണെന്നല്ലേ, ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് വലിയ പോയിൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് ചെറിയ പോയിൻ്റാണ് ഇരുന്നത്. ഒരു 6 കിട്ടുന്നില്ല. കണ്ടോ, ഇവനിപ്പോൾ 2 വട്ടം അടുപ്പിച്ച് 6 കിട്ടിയാണ്ടോ, 5 കിട്ടി, 6 കിട്ടി എനിക്ക്. ഓക്കെ, 2. ഓക്കെ, നമ്മൾ സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ രണ്ടാളും ഓൾമോസ്റ്റ് ഒരു സെയിം പോയിൻ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. 140. നോ പ്രോബ്ലം. ഇനി കളി തീരാൻ കയറും. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും.
ഗൈസ് ഇപ്പോൾ ഇവന് 1 2 3 4 5 6 കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 6 കിട്ടിയിട്ടില്ല. 6 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കട്ടാക്കിയിട്ടുണ്ടായാണ്. ഓക്കെ, നമുക്ക് ഇതെടുക്കാം, ഇത് ഉള്ളിൽ കയറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഇവനെ ഏതെങ്കിലും ഒരു കോയിന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ പോയിൻ്റ് നേരെ കുത്തനെ കുറയുന്നതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ 133 ആയിട്ടുണ്ട്. കളി തീരാൻ ഇനി ജസ്റ്റ് ഒരു 1 minute 20 seconds കൂടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവൻ ഇത് സ്ലോ ആക്കാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, 6 കിട്ടിയിട്ടുണ്ട്. 143. ഓക്കെ, ഇവൻ 6 കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കോയിൻ ഇവൻ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ മേ ബി കണ്ടോ ഇവൻ സ്ലോ ആക്കുന്നുണ്ട്. രണ്ട് 3 4 5 6 ഇവൻ 6 കിട്ടിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ ചാൻസ് കൂടുതലുണ്ട്. 100 ഇവൻ 1 2 3 4 5. ഓക്കെ, നമ്മൾ ഈ ഗെയിമിൽ ഇവിടെ തോട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഗെയിമിൽ നമ്മൾ തോറ്റു. ഓക്കെ, ഇനിയിപ്പോൾ എത്ര വലുത് കിട്ടിയിട്ട് കാര്യമില്ല, കാരണം 28 സെക്കൻഡ് കൂടിയേ ബാക്കിയുള്ളൂ. ഓക്കെ, വീണ്ടും നമ്മളെ കോയിൻ ഇവിടെ കട്ടായി. 1 2 3 4 5 ഇല്ല. ഓക്കെ, ഓൻ തന്നെയാണ് പോയിൻ്റ് കൂടുതൽ, 175 ഉണ്ട്. നമ്മൾ 100ൻ്റെ 3 ഗെയിമാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നോക്കാം ശരിക്കും. ഓക്കെ, ഗെയിം ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. ഇവിടെ കാണാം ഗെയിം എൻഡ്. ഓക്കെ, 5 minute. ഇവിടെ നമ്മുടെ ഒപ്പോണൻ്റ് വിന്നായിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഫെയിലായി. ഇനി ഒരു ഗെയിമും കൂടെ നമുക്ക് കളിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ഒപ്പോണൻ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ അവന് 6 ആണ് കിട്ടിയത്. ഓക്കെ, ഈ 6 ഫസ്റ്റ് തന്നെ വലിയ പോയിൻ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. മിക്കവാറും ആ ഒരു അവനായിരിക്കും വിജയം കിട്ടാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുന്നേ ഉള്ളൂ. സാധാ നമ്മൾ നോർമലി കളിക്കുന്ന ലുഡോനേക്കാളും സിമ്പിൾ സെറ്റപ്പാണ്. ഓക്കെ, നമുക്ക് നോക്കാം. 5 ഉണ്ടോ, നമുക്ക് 6 കിട്ടിയിട്ടില്ല ഇതുവരെ. ഉണ്ടോ, ഇവനിപ്പോൾ 3 വട്ടം 6 കിട്ടി. നമുക്കിപ്പം 1 വട്ടം 6 കിട്ടിയിട്ടുള്ളൂ. അതാണ് വ്യത്യാസം. ഉണ്ടോ, ഇപ്പോൾ വീണ്ടും 6 തന്നെയാണ് കിട്ടിയത്. മിക്കവാറും ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുണ്ടോ, നമുക്ക് നോക്കിയാൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് മാറിപ്പോയിട്ട് വീണ്ടും റീസെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. വേണ്ട 6. ഓക്കെ, അതായത് നമുക്ക് വലിയ പോയിൻ്റ് കിട്ടിയാലേ നമുക്കിത് നമ്മുടെ കോയിന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് വലിയ പോയിൻ്റ് കിട്ടുന്നില്ല, പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് വലിയ പോയിൻ്റുകൾ കിട്ടുന്നുണ്ട്. ഇവരിതിനകത്ത് പറയുന്നത് ഓക്കെ നമുക്ക് 6 കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, നമുക്കൊരു 1 കിട്ടുവാണെങ്കിൽ 5 ആണ് കിട്ടിയത്. ഓക്കെ, 5 കൊണ്ടുപോയി നോക്കാം. 1 2 3 4 കിട്ടുവാണെങ്കിൽ ഓക്കെ 4 അല്ല കിട്ടിയത്. ഇവനിപ്പോൾ ഈ 4 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈസി ആയിട്ട്. ഓക്കെ, നമ്മൾ 4 സെലക്ട് ചെയ്തിട്ട് നമ്മളെ കട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, 5 പോയിൻറ്റിലോട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളിക്ക് എന്തായാലും ഇവനാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണ് വിജയിക്കാൻ ചാൻസ് കൂടുതൽ. കാരണം അവന് വലിയ പോയിന്റുകൾ കിട്ടുന്നുണ്ട്. ഓക്കെ, 6. ഓക്കെ, 1. നമ്മൾ ഇവൻ്റെ ഈ ഒരു കോയിൻ നമുക്കിവിടെ കട്ട് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്താ പറയുക ഇവനെ നമുക്ക് പിടിക്കാൻ പറ്റും ഇവിടെ. ഓക്കെ, ഇനിയിപ്പോൾ 2 മിനിറ്റ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു കോയിന് മുന്നോട്ട് എടുത്ത് നോക്കാം. കാരണം നമുക്ക് ഇവനെ കട്ട് ചെയ്യാൻ വേണ്ടി കിട്ടിയ ആ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് 1 2
3 4 ഓക്കെ 1 2 3 4 5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവനെ കട്ടാക്കാം. ഓക്കെ 5 കിട്ടി. നമുക്ക് ഇവിടെ പിടിക്കാം. പിന്നെ പോയിന്റ് കുറഞ്ഞായിട്ട് കാണാൻ പറ്റും നിങ്ങളുടെ. ഓക്കെ 5 എത്രത്തോളം ഈ ഒരു ഇതിൻ്റെ ഈ ഹോമിൻ്റെ അടുത്തോട്ട് വരുന്നോ അവിടെ നമ്മൾ കട്ടാക്കുന്നു അത്രത്തോളം അവൻ്റെ പോയിൻ്റ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ നമുക്കിനി 6 ആണ് കിട്ടിയത്. ഓക്കെ 6 ഓക്കെ വീണ്ടും 6. ഓക്കെ നമുക്ക് കൊണ്ട് 2 കിട്ടുകയാണെങ്കിൽ 3 ആണ് കിട്ടിയത്. 1 2 3 4 5 ഓന് 5 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കട്ടാക്കും. ഓക്കെ 6 ആണ് കിട്ടിയത്. ഓക്കെ ഇവൻ ഏതാണ് മൂവ് ആക്കുന്നത് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ അത് ഓൻ ചേഞ്ച് ചെയ്തിട്ട് 5 വെച്ചിട്ട് നമ്മളെ വീണ്ടും കട്ടാക്കി. പോയിൻ്റ് ഇവിടെ കുറഞ്ഞായിട്ട് കാണാൻ പറ്റും. 3 ഓക്കെ മിക്കവാറും ഈ കളിക്ക് നമ്മൾ തന്നെ തോക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ തന്നെ തോക്കാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് നമ്മളെ കട്ട് ചെയ്യാൻ വേണ്ടി പോയിൻ്റ് കൊടുക്കുന്നത് പോലെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ നമുക്ക് നോക്കാം. വെറും 1 മിനിറ്റും കൂടി ഉള്ളൂ നമുക്ക് ബാക്കി. 1 മിനിറ്റിൽ എന്തായാലും നമുക്ക് ഈ ഒരു പോയിൻ്റ് നമുക്ക് പൊട്ടിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ 33:94 ആണ്. വെറും 30 സെക്കൻഡ് കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് രണ്ടാമത്തെ ഗെയിമും കൂടെ എന്താ പറയുക നമ്മളിവിടെ തോക്കാൻ വേണ്ടി പോവുകയാണ്. ഓൾറെഡി ഇപ്പം 5 മിനിറ്റിൽ 200 പോയിൻ്റ് നമ്മളിവിടെ ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ 6 ഒക്കെ കിട്ടിയതുണ്ട്. എപ്പോഴും 6 ഉണ്ട്. അത് ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ 6 കിട്ടിയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ നെക്സ്റ്റ് അവന് 6 ആയിരിക്കും. 1 2 3 4 5 6 4 ആണ് കിട്ടിയത്. 6 കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗെയിം ഇവിടെ ഉണ്ടായി. കറക്റ്റ് 5 മിനിറ്റിൽ ഗെയിം ഉണ്ടായി. അപ്പോൾ വീണ്ടും നമ്മൾ ലോസായി. ഇപ്പം നമ്മളെ വാലറ്റിൽ എത്രയുണ്ട് കാണാൻ പറ്റും 138 രൂപ. ഓക്കെ ഇനി ഒരു കളിയും കൂടി നമ്മൾ 100ൻ്റെ ഒരു കളിയും കൂടെ കളിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് നോക്കാം. 2 കളി നമ്മൾ ഫെയിലായിട്ടുണ്ട്. രണ്ടാമത്തെ കളിയാണ് 100. ഇതോടുകൂടി ഇവിടെ നമ്മുടെ ഗെയിം ഇവിടെ ക്ലോസ് ആക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എത്ര ലൂഡോ കളിക്കാൻ അറിയും എന്ന് പറഞ്ഞാലും ഇതിനകത്ത് നിങ്ങൾ തോൽക്കാനുള്ള ചാൻസാണ് കൂടുതൽ. വെറും 5 മിനിറ്റിൽ നിങ്ങൾ 100 രൂപ പോവുകയും ചെയ്യാം. 5 മിനിറ്റിൽ നിങ്ങൾക്ക് 70 രൂപ കിട്ടും. പക്ഷേ കിട്ടുന്ന കാര്യം വളരെ റെയറാണ്. ഓക്കെ ചിലപ്പോൾ നിങ്ങളൊരു 10 കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 4 കളിയൊക്കെ നിങ്ങൾ പ്രോഫിറ്റ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ എന്നാലും ഓവറോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് 0 ആവാനാണ് ചാൻസ് കൂടുതൽ. നമുക്കൊരു ഒപ്പോണൻറ്റ് കിട്ടിയിട്ടുണ്ട്. പേരെന്താ ഓക്കെ നമുക്ക് 6 കിട്ടിയിട്ടുണ്ട്. ഓക്കെ 6 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ 6 കിട്ടിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാനായിരിക്കും ജയിക്കാൻ ചാൻസ് കൂടുതൽ ഈ ഒരു ഗെയിമിൽ. ഷുവായിബ് ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ മിക്കവാറും ഞാൻ ഗൈസ് അപ്പോൾ ഞാൻ ഈ ഒരു ഗെയിമിൽ മിക്കവാറും ഞാനായിരിക്കും വിന്നാകാൻ ചാൻസ് കൂടുതൽ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നമ്മുടെ കോയിൻ ഇവിടെ നിന്ന് തന്നെ ഇത്രയും ഒരു മൂവ് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ കണ്ടോ 6 വാരിക്ക് ഒരു തരുന്നുണ്ട്. കാരണം എന്താ ഞാൻ ഓൾറെഡി 2 കളി ഇവിടെ ഫെയിലായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതോടുകൂടി നിർത്തി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അവർ നമ്മളെ പിടിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കും. കണ്ടോ 6 ആണ് തരുന്നത്. 6 നമ്മളിപ്പോൾ ഇവിടെ 6 എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് മൂവ് ആക്കി കൊടുക്കാം. ഓക്കെ ഇനി ഒരു 4 മിനിറ്റും കൂടി മാത്രമേ ഉള്ളൂ ബാക്കി. ഓക്കെ നമുക്ക് വീണ്ടും 6 ആണ് കിട്ടിയത്. ഓക്കെ വീണ്ടും നമുക്കൊരു 3 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് തന്നെ മൂവ് ആക്കാം. ഓക്കെ ഇനി ഒരു 3 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കാണാൻ 40 37 എന്ന രീതിയിലാണ് പോകുന്നത്. ഓക്കെ 5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മൂവ് ആക്കാം. 1 2
3 4 4 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് കട്ടാക്കും. ഓക്കെ 2 ഓക്കെ നോ പ്രോബ്ലം. ഇവിടെ 1 2 4 ഓക്കെ 4 എടുക്കാം. ഓക്കെ നമ്മളൊരു സേഫ് സോണിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റും കൂടിയേ ഉള്ളൂ. നിങ്ങളുടെ കാണാൻ പറ്റും 43 49. ഓക്കെ നമുക്ക് 4 സെലക്ട് ചെയ്യാം. വെറും 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു 2 മിനിറ്റിൽ വേണം നമ്മൾ വിജയിക്കാൻ വേണ്ടി. ഓക്കെ 6 കിട്ടിയുണ്ട്. ഓക്കെ നമ്മളിവിടുന്ന് ഇതും കൊണ്ട് പോവുകയാണ്. ഓക്കെ നമുക്കൊരു 5 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ 4 ഓക്കെ 1 2 3 4 5 6 ഓക്കെ നമുക്കിനി കുറച്ച് 2 കിട്ടിയത്. 2 കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് സീനാകാൻ ചാൻസ് കൂടുതലാണ്. 1 2 3 4 5 5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവൻ കട്ടാക്കും. നേരെ നമ്മളെ പോയിൻ്റ് 65 ഏറ്റവും കുറഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ 5 കിട്ടി. അപ്പോൾ നമ്മളിവിടെ കട്ടാക്കി. ഓക്കെ ഇപ്പോൾ നിങ്ങൾ കാണാം 19 വന്ന് കിടക്കുന്നുണ്ട്. ഇനി വെറും 2 മിനിറ്റേ ഉള്ളൂ. ഓക്കെ 6 4 അതായത് ലാസ്റ്റ് ടൈം എത്രത്തോളം കളയുന്നോ അത്രത്തോളം നിങ്ങളുടെ കാണാൻ പറ്റും. ഇവിടെ 2 കിട്ടിയത്. 2 കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. ഇനി ഒരു 1 മിനിറ്റ് 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഈ ഒരു കളിയും കൂടെ നമ്മളിവിടെ തോറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറും 15 മിനിറ്റിൽ നമ്മളൊരു 300 രൂപ ഓക്കെ 15 മിനിറ്റിൽ 300 രൂപ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ലോസ് ആക്കിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ഒറ്റൊരു കോയിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മൾ വിന്നാവും. പക്ഷെ അത് അവരാണ് തീരുമാനിക്കുന്നത്. നമുക്ക് അത് കോയിൻ അത് 6 കിട്ടുമോ എത്ര കിട്ടുമോ വേണ്ട. ഇവനിപ്പം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് ഓൾറെഡി ഈ സിസ്റ്റത്തിന് മനസ്സിലായി ഓപ്പോണൻ്റാണ് വിന്നാകാൻ പോകുന്നത് എന്ന്. ഓക്കെ എക്സ്ട്രാ മൂവ് 3 ഓക്കെ 84 പോയിൻ്റാണ് ഇവനിപ്പോൾ നമ്മളെക്കാളും കൂടുതൽ കിട്ടണം. ടൈം എത്രത്തോളം അവനൊക്കിപ്പോൾ കണ്ട ടൈം ഡിലേ ആക്കി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മൂവ് കിട്ടാനുള്ള ഒരു ചാൻസ് കുറയും. ഓക്കെ 6 കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് നോക്കാം. ഇവിടെ കട്ട് ചെയ്യാന്നാണെങ്കിൽ ഓക്കെ നോ കട്ടില്ല. ശരിക്കും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ പോയിൻ്റ് നേരെ കട്ടായനെ. ഇനി എന്തായാലും ഞാൻ തന്നെയായിരിക്കും തോക്കാൻ ചാൻസ് കൂടുതൽ. ഓക്കെ 6 കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 3 കിട്ടുക 4 കിട്ടിയത്. ഓക്കെ 4 കിട്ടിയിട്ട് കാര്യമില്ല. ടൈം ഇവിടെ കഴിഞ്ഞ്. ഓക്കെ ഗെയിം ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ ഇവിടെ എൻഡ് ആവും. ഉണ്ടോ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ആരാണോ വിന്നാകാൻ ചാൻസ് കൂടുതൽ അവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നൊരു രീതിയാണ് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റിയത്. ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി നമ്മുടെ സ്റ്റാർട്ടിങ്ങിന് 338 രൂപ ഉണ്ടായത് നേരെ അത് 38 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ അപ്പം ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ഇപ്പം ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റിൽ 300 രൂപ ലോസ് ആയിട്ടുണ്ട്. ഓക്കെ അപ്പം ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. ഈ ഒരു 5 മിനിറ്റിലേക്ക് 70 രൂപയും 350 രൂപയൊക്കെ ഉണ്ടാകാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും പൈസക്കാരായി പോകില്ലേ. ഒരിക്കലും ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനൊന്നും ചെന്ന് പരമാവധി വീഴാണ്ടിരിക്കുക. കാരണം ഇതൊരിക്കലും ഒരു എന്താ പറയുക, ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തവർ നല്ലൊരു ഫണ്ട് ഏൺ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഇതിനകത്ത് പ്ലേ ചെയ്യുന്ന അവർക്ക് എപ്പോഴും ലോസാണ് ഉണ്ടായിക്കൊണ്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ മാറി നിങ്ങളൊരു കറക്റ്റ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിങ്ങിനൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും നല്ലൊരു
കരിയർ നമുക്ക് അതിനകത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇതുപോലത്തെ ഗെയിം കളിച്ച് നമുക്ക് ഒരിക്കലും ഒരു ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം ഒരിക്കലും നിങ്ങൾ ഇതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ ചെന്ന് വീഴാണ്ടിരിക്കുക. അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഫുള്ളായിട്ട് ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസ് മാത്രമാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു ഈ ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ലൈവായിട്ട് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിംഗ് ട്രേഡിംഗ് ആണോ ബെസ്റ്റ്, അതോ ഇങ്ങനത്തെ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്നതാണോ ബെസ്റ്റ്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണാം. ബൈ.